ഷാജർ. ശ്രീ, എന്താ ഒരു സർപ്രൈസ് വിസിറ്റ്? ഷാജർ, ഇത് സിസ്റ്റർ റൂബിന. ഹലോ. ഇവരൊക്കെ ആശാകിരണിലെ സർവീസ് വളണ്ടിയേഴ്സ്. വരൂ സിസ്റ്റർ, അകത്തേക്ക് ഇരിക്കാം. വരൂ. ഷാജർ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ 24th നടക്കുന്ന അവയവദാന ബോധവൽക്കരണ ക്യാമ്പ്. അതിന് ക്ഷണിക്കാനാ എല്ലാരും വന്നത്. ഒപ്പം ഷാജറിന്റെ ഒരു കോൺസെർട്ട് കൂടെ വേണമെന്ന് എല്ലാവരുടെയും ആഗ്രഹം. അത് ഓക്കെ, പക്ഷെ സൗജന്യ അവയവദാനം പോലെ കോൺസെർട്ടും സൗജന്യമാക്കാൻ പറ്റില്ലല്ലോ ഡോക്ടറെ. മിസ്റ്റർ ഷാജഹാൻ, ഇത് സാധു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഒരു ഫണ്ട് റൈസിംഗ് പ്രോഗ്രാം കൂടിയാ. ഷാജാന്റെ ഒരു കോൺസെർട്ടിന് എത്രയാ പ്രതിഫലം എന്ന് ശ്രീ പാർവതിക്ക് അറിയാം സിസ്റ്ററെ. എനിക്കൊന്നും വേണ്ട, ഞാൻ മ്യൂസീഷ്യൻസിന്റെ തുക മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ പിശുക്കൻ സംഗീതജ്ഞ, ഇതിനു വേണ്ടി എനിക്ക് അറിയണ്ട. പറഞ്ഞ തുക മുഴുവൻ അങ്ങ് തന്നേക്കാം. താങ്ക് യു വെരി മച്ച്. ഒരു മിനിറ്റ്. ചെല്ല്. ഹലോ, എല്ലാം ഓക്കെ. ബാക്കി ഞാൻ നേരിട്ട് കാണുമ്പോ പറയാം. ഓക്കെ. Amazing song. Thanks. Sit down. Fantastic, ഷാജർ. Hi ഷാജർ, കൺഗ്രാറ്റുലേഷൻസ്. പുതിയ ആൽബം കലക്കിട്ടോ. താങ്ക് യു വെരി മച്ച്. നമ്മുടെ പ്രിയപ്പെട്ട മദറിനെ പറഞ്ഞ പോലെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. പൈസ കിട്ടിയില്ല കേട്ടോ. സ്നേഹമുള്ളവരെ, ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ ആരാധ്യനായ ഡോക്ടർ സാജൻ വർഗീസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു. ഇന്ന് നമുക്ക് വേണ്ടി പാട്ടുപാടിയ ഷാജഹാനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി ഡോക്ടർ സാജൻ വർഗീസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, അവയവദാന ബോധവൽക്കരണ ക്യാമ്പ് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഈ ക്യാമ്പിൽ എത്തിയിരിക്കുന്നത് എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. മരണാനന്തരം നമ്മുടെ കണ്ണുകൾ, കിഡ്നി, കരൾ, ഹൃദയം ഇതെല്ലാം ദാനം ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ജീവിക്കുകയാണ് മറ്റൊരാളിലൂടെ. ഈ ക്യാമ്പ് സംഘടിപ്പിച്ച ആശാക്കിരണിന്റെ എല്ലാ ഭാരവാഹികളെയും, പ്രത്യേകിച്ച് ബദർ ജെയിംസ്, എവിടെയാള് സാർ, എൻ്റെ ശിഷ്യയും കൂടിയായ ഡോക്ടർ ശ്രീ പാർവതി, നിങ്ങളുടെ എല്ലാം പ്രിയങ്കരിയായ നൂർജഹാൻ എന്നിവരെയെല്ലാം ഞാൻ പ്രത്യേകം ആലങ്കാരികമായി പറയുകയാണെങ്കിൽ, ഞാൻ എന്നെ പറിച്ച് മറ്റൊരാളിൽ നടുന്നു എന്ന പുണ്യകർമ്മമാണ് ഈ അവയവദാനം. ഇതിന് വേണ്ടത് എന്തിനാണ് ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്? ഇനിയെങ്കിലും ഷാജറിനെ ഫേസ് ചെയ്തൂടെ? തന്റെ മാത്രമല്ല, സമയമായില്ല പോലും ക്ഷമയാണ് പ്രണയത്തിൽ മരുന്നു തോഴി. ഈ സമയത്ത് അവയവദാനം എന്ന പുണ്യകർമ്മത്തിനായി നമുക്കേവർക്കും ദൃഢപ്രതിജ്ഞയെടുക്കാം. ഓക്കെ? സന്മനസ്സോടെ ഉയർത്തിപ്പിടിച്ച ഈ കൈകളെ സാക്ഷി നിർത്തി ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ആശംസാ പ്രസംഗത്തിനായി ഷാജഹാനെ ക്ഷണിക്കുന്നു. പാട്ട് പാടാൻ മാത്രമേ എനിക്കറിയുള്ളൂ, പ്രസംഗശൈലി അറിയില്ല. എന്തായാലും ആശാകിരന്റെ നല്ല പ്രവൃത്തികൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. നൂറ, നീ ഇവിടെ നിൽക്കുകയാണോ? മദർ നിന്നെ അന്വേഷിക്കുന്നു. നന്ദി പറയാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പ്രകടനത്തിനായി ഈ ചാരിറ്റിയുടെ സെക്രട്ടറിയും സോഷ്യൽ വർക്കറുമായ മിസ് നൂർജഹാനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ക്യാമ്പിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ സീനിയർ സർജനും
ജീവകാരുണ്യ പ്രവർത്തകനുമായ ഡോക്ടർ സാജൻ വർഗീസിന് ആശാ കിരണിന്റെ എല്ലാവിധ നന്ദിയും പ്രകാശിപ്പിക്കുകയാണ്. അടുത്തതായി നമ്മെ പാട്ട് പാടി രസിപ്പിച്ച് മിസ്റ്റർ ഷാജഹാൻ. അദ്ദേഹത്തിനോടുള്ള നന്ദി എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഷാജറുമായി ഞങ്ങൾ പറഞ്ഞുറപ്പിച്ചിരുന്ന പ്രതിഫല തുകയായ 25,000 രൂപ മുഴുവൻ അദ്ദേഹം ആശാ കിരണിലെ കുട്ടികളുടെ ക്ഷേമത്തിനായി സംഭാവന നൽകിയിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത ഇവിടെ അറിയിക്കുകയാണ്. വെരി ഗുഡ്. മാത്രവുമല്ല, ഏതൊരു ചെറുപ്പക്കാരനും അനുകരണീയമായ രീതിയിൽ മരണാനന്തരം തന്റെ മുഴുവൻ അവയവങ്ങളും ദാനമായി നൽകിക്കൊണ്ട് ഈ സത്കർമ്മത്തിൽ പങ്കാളിയാകാമെന്നും അദ്ദേഹം പ്രോമിസ് ചെയ്തിരിക്കുകയാണ്. ആ മഹാ മനസ്സിന് മുമ്പിൽ ലെറ്റ് us give a huge round of applause. Congratulations again and again. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. ഇതും ഇതിലപ്പുറം ചെയ്യുന്ന എനിക്കറിയാം. കണ്ട പെൺകുട്ടികളുടെ വാക്കാണല്ലോ എനക്ക് വലുത്. കണ്ണോ കരളോ കൊടലോ എന്ത് വേണമെങ്കിലും ദാനം കൊടുത്തോ. ഉമ്മക്ക് എന്താ ഛേദം? എന്റെ ഉമ്മുത്ത മരിച്ചു കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഈ അവയവദാനം. അത് കഴിഞ്ഞിട്ട് എന്തായാലും എന്താ? സത്യത്തിൽ ഞാൻ ഒരു പുണ്യകർമ്മല്ലേ ചെയ്തത്. അതിനു വേണ്ടി ഈ ഇപ്പൊ തന്നെ മരിച്ചടാ. അവള് പറഞ്ഞ ഈ അതും ചെയ്യും. എന്റെ ഉമ്മുത്ത സത്യം പറഞ്ഞ അവൾ എനിക്കിട്ട് ഒരു പണി തന്നതാ. തരാന്ന് പറഞ്ഞ കാശും പോയി കിട്ടി. ഈ മാസത്തെ ലോൺ അടയ്ക്കാനും ഫീസ് അടയ്ക്കാനും ഞാൻ എന്ത് ചെയ്യാൻ എന്റെ പടച്ചോനെ? എന്താ ഇത്ര സംശയം? ഈ നമ്മൾ എന്നെ കഷ്ടപ്പെടണം. എന്റെ പൊന്നു മോനെ അധികം അഭിനയിക്കല്ലേ. അല്ല ഉമ്മുത്ത ധനനഷ്ടം മാനഹാനി. എടി നൂർജഹാനെ പുല്ലേ, നീ എന്നെയും കൊണ്ടേ പോകൂ അല്ലടി? എടി എന്നെ സ്വപ്നത്തിൽ പോലും വെറുതെ വിടില്ലടി. നിന്റെ ഒരു ഷോപ്പിംഗ് മണിക്കൂർ 2 പോയത്. അതെ, നല്ലത് കിട്ടണമെങ്കിലേ സമയം എടുക്കും. അങ്ങോട്ട് വാ. എക്സ്ക്യൂസ് മീ, ഒന്ന് മാറണേ പ്ലീസ്. ഹലോ. ഹായ് ഷാജർ. വെഡിങ് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. കൂടുന്നോ? കൂടാണ്ട് പിന്നെ തേടിക്കൊണ്ടിരിക്കുന്ന വള്ളിയല്ലേ ഈ വന്ന് നിൽക്കുന്നത്. ശ്രീ, നമുക്ക് ആ ഷുക്കൂറിന്റെ ഷോപ്പിലൊന്ന് പോവാ. പെർഫ്യൂം വാങ്ങിക്കണ്ടേ? ശരി. മാഡം ഒന്ന് നിൽക്കൂ. ഞാൻ നിന്നെ ഒന്ന് ശരിക്ക് കാണട്ടെ. നീ എങ്ങോട്ടാടി മുങ്ങാൻ ശ്രമിക്കുന്നത്? പാതാളത്തിലേക്കോ? വെറുതെ ഒരു സീൻ ഉണ്ടാക്കല്ലേ പ്ലീസ്. ശ്രീ പാർവതി ഇക്കാര്യത്തിൽ ഇടപെടണ്ട. കുറെ കാലായി ഓവർ സ്മാർട്ടും കാണിച്ച് ഇവിടെ എന്നെ വട്ടം കറക്കുന്നത്. ഞാൻ എപ്പോഴാടി നിന്റെ ഫ്രണ്ടായത്? അവളുടെ ഒരു കോടിപതിയും മണ്ണാങ്കട്ടയും തൊണ്ട പൊട്ടി കഷ്ടപ്പെട്ട് പാടിയത് ഞാൻ. എന്റെ 25,000 എടുത്ത് ഡൊണേറ്റ് ചെയ്യിപ്പിച്ച് ഫുൾ ക്രെഡിറ്റ് വാങ്ങിയത് നീ. 25,000 രൂപ നിന്റെ മയ്യത്ത് കവറിന് മീസാങ്കൽ വെക്കാനാണോടി? എന്തടി നിന്റെ നാവിറങ്ങിപ്പോയോ? നാവിന് ഇത്രയും നീളം ഉണ്ടായിരുന്നല്ലോ. ഓരോന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് കയറും പൊട്ടിച്ച് ഇറങ്ങിക്കോളും. എംപവർമെന്റ്, ആക്ടിവിസം, ഫെമിനിസം. അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. നിനക്കൊന്നും ചോദിക്കാനും പറയാനും ആരില്ലടി. ഷാജർ പ്ലീസ് ചളവാക്കല്ലേ. അവക്ക് വേണ്ടി ഞാൻ സോറി പറയാം. ആൾക്കാര് കേൾക്കുന്നു. കേക്കട്ടെ, നാട്ടുകാർ മുഴുവൻ കേക്കട്ടെ. മലബാറിന്റെ മദർ തെരേസ അത്ര. ഇമ്മാരി സാധനങ്ങൾക്ക് കയ്യോടെ കൊടുത്തില്ലെങ്കിലേ അപകട. ഹെടി, ഇനി മേലാൽ ഇങ്ങനെ കളിയുമായി വന്നാൽ മോള് വിവരം അറിയേ. നീ വിചാരിക്കുന്ന ഐറ്റം അല്ല ഞാൻ. ഹലോ. നിങ്ങൾ സമ്മതിച്ചു. ഉഷിരും ചൊടിയും മുഞ്ചും ഒക്കെയുള്ള ആൺകുട്ടിയാ നീ. അതുകൊണ്ട് ചോദിക്കാം, നിങ്ങൾക്ക് എന്നെ നിക്കാഹ് ചെയ്യാൻ പറ്റുമോ? This is my style.
രണ്ടുപേരും വലിയ ബുദ്ധിജീവികളാണെന്ന് വെപ്പ്. എവിടെ എടാ, ഒരു അല്പം കോമൺ സെൻസ് ഉണ്ട്, നീ അങ്ങനെ ചെയ്യൂ? അത് ശരി, ഞാൻ എന്ത് ചെയ്തു? അവളാണ് ഇതിനൊക്കെ കാരണം. പല സിറ്റുവേഷനിൽ വെച്ച് അവളാണ് എന്നെ ഇൻസൾട്ട് ചെയ്തത്. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നെ കെട്ടാൻ പറ്റുമെന്ന് പരസ്യമായി ചോദിക്കുക. നൂറ സ്റ്റൈലാണ് അത്ര. എന്നാൽ ഇതേ ഷാജർ സ്റ്റൈലാ. എനിക്കിട്ട് തന്നതിനൊക്കെ ഞാൻ അവൾക്ക് തിരിച്ചു കൊടുത്തു. ദാറ്റ്സ് ഓൾ. നിങ്ങൾ ആണുങ്ങൾക്ക് ഇതൊക്കെ നിസ്സാര. എത്ര ഫോർവേഡ് ആയാലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന ഹ്യൂമിലിയേഷൻ അത് നിനക്ക് മനസ്സിലാവില്ല. ഷാജർ, ഇപ്പൊ അവളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാരും അവളെ ആയിരിക്കും കുറ്റപ്പെടുത്തുന്നുണ്ടാവുക. ഷാജറെ, ദിസ് ഇസ് നോട്ട് എ ജോക്ക്. എന്തായാലും നീ തന്നെ വേണം ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ. നിന്റെ മനസ്സിൽ എന്താണെങ്കിലും അവൾ അവിടെ ഇരിക്കുന്നുണ്ട്, അത് അവളോട് ചെന്ന് പറ. അതല്ലടാ നല്ല ഫ്രണ്ട്ഷിപ്പ്. പോ, ചെല്ല്. ചെല്ലടാ. സോറി നൂറ, ഐ എം റിയലി സോറി. എനിക്കൊന്നും കേൾക്കണ്ട. കേക്കണം വിട്. നൂറ. നൂറ, രണ്ടുപേരും ഈഗോടെ ആശാന്മാരാ. എന്താവോ എന്തോ. ഈ തറവാട്ടിൽ മൂത്തോരായി നമ്മളുള്ളപ്പം ഈ കളിയൊന്നും നടക്കൂല. പാരമ്പര്യം മറന്നുള്ള പഠിപ്പ് ഇതോടെ മതിയാക്ക്. വിളിക്കടി എവിടെ ഇങ്ങോട്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഓ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? അതാവാൻ പറപ്പ്. പാട്ടും കൂത്തും അല്ല ജീവിതം. വലിയ വായില് വർത്താനം പറഞ്ഞാലോ ഇടുക്കാപ്പാറ പുസ്തകം വായിച്ചാലോ വിവരം ഉണ്ടാവൂല. ഡോക്ടറേറ്റ് എടുക്കാൻ പോണോളെ കണ്ടെത്തിയ ബന്ധം കൊള്ളാം. ഈ തറവാട്ടിന്റെ അടുക്കള പുറത്ത് പോലും കയറ്റാൻ കൊള്ളാത്ത അപ്പക്കച്ചവടക്കാരൻ. സമുദായം മാനിക്കുന്ന മതപണ്ഡിതനായ പൂക്കോട്ടെ തങ്ങൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുക, പണത്തിന്റെ ഏറ്റക്കുറിച്ചൽ ഏത് തുലാസിലിട്ട അള്ളാഹു അളന്നത്? ചോദിക്കുന്നവർക്കും ചോദിക്കാൻ മടിയുള്ളവർക്കും കൊടുക്കണമെന്നല്ലേ ദൈവവാക്ക്? എടി തർക്കുത്തരം പറയുന്നോ മൂത്തോരോട്? ഉള്ളപടി തുടങ്ങിയ പൊട്ടലും ചീറ്റലും ഇയാൾ എപ്പോഴും ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. നിനക്ക് ഞാൻ തന്ന സ്വാതന്ത്ര്യമല്ല, സ്നേഹമാണ് കൂടിപ്പോയത്. ഇനിയും ഇത് തുടരാനാണ് ഭാവമെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കോണം ഈ വീട്ടിൽ നിന്ന്. നൂറ, എങ്ങോട്ടാ? ഷാജറിന്റെ അടുത്തേക്ക്. അഹങ്കാരി, ഓട്ടെ എവിടെയെങ്കിലും. മോളെ, എളേപ്പ, പടച്ചോനെ മറന്നിട്ട് നൂറ ഇതുവരെ ജീവിച്ചിട്ടില്ലല്ലോ. ഇല്ല മോളെ. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ചട്ടം കൊണ്ടേ ചെക്കന്റെ നടുപുറം പൊള്ളിക്കലിത്താത്ത. കലത്തപ്പം പരത്തിയും കായപ്പം ചുട്ടും ഈ ചട്ടകം കൊണ്ടാ ഓനെ ഞാൻ ഇത്രത്തോളം വളർത്തിയത്. ഓന്റെ തോന്നിയ ഇന്നത്തോടെ ഞാൻ നിർത്തിത്തരാം. എടാ കുരുത്തം കിട്ടാനെ, മാമ്പറം വീടിന് പണത്തിന് മാത്രമേ കുറവുള്ളൂ, മാനത്തിന് ഒരു കുറവുമില്ല. കുടുംബത്തിന് ചീത്തപ്പേര് കേൾപ്പിക്കാൻ അവന്റെ ഒരു മുഖം. പോയി ചോദിക്കും ഉമ്മയോട്. ഉമ്മ, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട്
ഉമ്മ എന്താ ഒന്നും പറയാത്തത്? ഇവരാരാണെന്ന് അറിയോ നിനക്ക്? നിന്റെ ബാപ്പ മനസ്സ് പറിച്ചു കൊടുത്ത ഗുൽ മുഹമ്മദ് സാഹിബിന്റെ മക്കളാ. പണവും പാരമ്പര്യവും ഒന്നുമല്ല, അവസാന വാക്ക് സ്നേഹമാണെന്ന് പാട്ടുപാടി കാണിച്ചു തന്ന എന്റെ ബാപ്പാന്റെ പ്രിയപ്പെട്ട ചങ്ങായിന്റെ മക്കൾ ഷാജഹാൻ, സൈനബ. സൈനബ, സൈനബ, ഈ കുട്ടികളെടുത്ത തീരുമാനം അള്ളാഹുവിന്റെ തീരുമാനാ. നിങ്ങളുടെയും നോറയുടെയും പാപ്പമാർ ജീവിച്ചിരുന്നുവെങ്കിൽ ഇത് തന്നെയായിരിക്കും നടക്കുക. അതുകൊണ്ട് ചടങ്ങുകളൊന്നുമില്ലാതെ ഞാനിവരെ ചോദിക്കുക, എന്റെ മോക്ക് വേണ്ടി. സമ്മതം. 1000 വട്ടം. വാ, ഇങ്ങോട്ട് പാടി, ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ. അടി നടക്കിങ്ങോട്ട്. ഞമ്മക്കും വേണം ഒരു നിക്കാഹ്. ഹായ്. വല്ലതും പറ്റിയ? നമ്മളെ ശരീരം ആകെ ഒന്ന് ഇളകിക്കണ്. നമ്മളെ മനസ്സാണ് ഇളകിയത്. യുവർ മൊബൈൽ നമ്പർ പ്ലീസ്. 9846713980. അതെ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അമ്മയുടെ അടുത്ത് പോവും. പക്ഷെ ഞാൻ ഭക്ഷണം കഴിക്കണേ. ഹലോ, കൺഗ്രാറ്റുലേഷൻസ്, ഹാപ്പി മാരീഡ് ലൈഫ്. ഇവിടെ വാടാ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഓടി വീണ് സ്വന്താക്കി. നിനക്ക് ബീഫ് ബിരിയാണി വെക്കാനൊക്കെ അറിയോ? എന്തേ അങ്ങനെ ചോദിച്ചേ? ഈ ശുക്കൂറെ ഭയങ്കര തീറ്റപ്രാന്തനാട്ടോ. ഓ, നമ്മൾ എന്ത് കിട്ടിയാലും ബിരിയാണി വെക്കും. വേണമെങ്കിലേ നമ്മുടെ ശുക്കൂർ വെക്കാനും ബിരിയാണി വെക്കും. വേണോ? അമ്മോ, വേണ്ട വേണ്ട. ഈ എന്റെ ബാപ്പാനെ പോലെ നൊസ്സായി സ്വന്തം കാര്യം നോക്കാണ്ട് നടന്നോ? നമ്മളൊക്കെ പെണ്ണുങ്ങളാ, അത് മറക്കരുത്. പെണ്ണുങ്ങൾക്കേ കല്യാണപ്രായം 18, 28 കഴിഞ്ഞാ പിന്നെ കൊറേയൊക്കെ കഷ്ടാ. കോടി അസത്തെ അപ്പുറത്ത്. ഞാൻ പറഞ്ഞതാ കുറ്റം. പഠിപ്പും വിവരവും ഇല്ലെങ്കിലും കേട്ടില്ലേ ഓള് പറഞ്ഞത്? ആ, എന്തൊക്കെ ആയാലും പൊരയ്ക്ക് തോണും ഞമ്മക്ക് ഞമ്മളും മാത്രമേ ഉണ്ടാവുള്ളൂ. എന്റെ മോള് ഇങ്ങനെ ഒറ്റത്തടിയായി നിൽക്കുന്നത് കുഞ്ഞാച്ചയ്ക്ക് സഹിക്കൂല. ഒരാൾക്ക് നമ്മളോടൊരു ഇഷ്ടമുണ്ട്, പക്ഷേ നമ്മൾ ഇതുവരെ പിടികൊടുത്തിട്ടില്ല. ആരാത്? ക്യാമറ കണ്ണുള്ള ഒരാള്. ആ, പിടികിട്ടി. നമ്മളെ അൻസാറുട്ടി കല്യാണം നേരി പിടിക്കുന്നവൻ. ഷാജറിന്റെ കല്യാണത്തിന് ഞാൻ നേരിട്ട് കണ്ടിക്കണ്. അന്നോടുള്ള നോസും ആ നോട്ടവും ചിരിയും. ഇയാണെങ്കിൽ വെട്ടാൻ നിൽക്കുന്നൊരു പൂത്തും. ഞാൻ എന്റെ നിക്കാഹും കൂടി കഴിഞ്ഞാ മതി. എന്റെ റബ്ബേ.